തലശ്ശേരി അതിരൂപതയിലെ ചെറിയരീക്കമലയിലെ സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ സിമിത്തേരിയിൽ ആരുടെയും കണ്ണു നനയിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെയുള്ള ഒരു കല്ലറയ്ക്ക് മുകളിൽ ചിരിക്കുന്ന ഒരു പാവക്കുട്ടി. ആഴമേറിയ സഹോദര സ്നേഹത്തിന്റെ കഥ പറയുകയാണ് ആ പാവക്കുട്ടി. ഞാവള്ളിക്കുന്നിൽ വിൻസെന്റ് ചേട്ടന്റെ മകൾ ലിമിയക്കുട്ടിയുടെ കല്ലറയ്ക്ക് മുകളിലാണ് ഈ പാവക്കുട്ടി ഉള്ളത്. എൻ്റെ പേര് ഗ്രേസി, പുള്ളിയുടെ പേര് വിൻസെന്റ്. ഞങ്ങൾക്ക് 3 പിള്ളേരാണ് ഉള്ളത്. അതിൽ ഏറ്റവും മൂത്തവളാണ് ഇവള് ലിമിയ മോള്, മരിച്ച കുട്ടി. രണ്ടാമത്തവള് അബുദാബിയിൽ ന്യൂറോ ടെക്നോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുള്ള വിവാഹം കഴിഞ്ഞു. ഒരു ഭാര്യയും ഭർത്താവും അവിടെ താമസിക്കുന്നത്. പിന്നെ ഏറ്റവും ഉള്ളത് ഇവള്. മൂന്ന് പേർക്കും വന്നായിരുന്നു. ജലദോഷവും പനിയായിട്ടാണ് വന്നത്. അപ്പോൾ ഇവൾക്കായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് വന്നത്. അപ്പോൾ അവൾ കുറച്ചും കൂടെ സുഖമില്ലാത്ത കുട്ടി ആയതുകൊണ്ട് അവൾ വന്നതേ ഞങ്ങൾ ഈ പയ്യാവൂർ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പം അന്ന് ഓണമായിരുന്നു. ഓണത്തിൻ്റെ തലേദിവസമാണ് കാണിച്ചത്. പിറ്റേ ദിവസം ഓണം ആയതുകൊണ്ട് ഡോക്ടേഴ്സൊന്നുമില്ല. അന്ന് അവിടെ കൊണ്ടുപോയി ഒരു ട്രിപ്പൊക്കെ ഇട്ട് മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഒക്കെ കുറയുന്നില്ല എന്ന് കണ്ടപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളിവിടെ തളിപ്പറമ്പ് സഹകരണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അഡ്മിറ്റായി. അവരവിടെ നിന്ന് അങ്ങനെ രക്തം പരിശോധിച്ചു. ഓരോ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ടും അവൾക്ക് ഇങ്ങനെ കുറയുന്നില്ല. അപ്പോൾ അങ്ങനെ കുറയാണ്ട് വന്ന ചികിത്സ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ് ഞങ്ങൾക്ക് എന്നാൽ അവരൊരു വിശ്വാസക്കുറവ് പോലെ തോന്നി. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ വേറെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണ് ബേബിയിലേക്ക്. അന്നേരത്തിന് അവൾക്ക് ഇങ്ങനെ ന്യൂമോണിയ പിടിപെട്ടു. കഴിഞ്ഞപ്പോൾ ബേബിയിലേക്ക് പോയി. അവിടെ ആംബുലൻസ് പിടിച്ചാണ് പോയത്. അവിടെ ചെന്നു. അപ്പോൾ ഒരു 1.5 ആഴ്ചയോളം തളിപ്പറമ്പിൽ കിടന്നതിന് ശേഷമാണ് ഞങ്ങൾ ബേബിയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് അന്ന് അല്ലേ 2 മണിയായപ്പോൾ തന്നെ മോള് മരിച്ചു. പിന്നെ പിറ്റേ ദിവസം കൂടെ കൊണ്ടുവന്നു. ഞങ്ങൾ ഭയങ്കര വിഷമമായിപ്പോയി. അതിനു മുമ്പ് തന്നെയാണെങ്കിൽ അവൾക്കിപ്പോൾ ഒരു 39 വയസ്സുണ്ട്. അപ്പോൾ അവൾ അതിനു മുമ്പാണെങ്കിൽ തന്നെ അവൾ ഉണ്ടായപ്പോഴാണെങ്കിൽ ഒരു 6 വയസ്സ് വരെ മലക്കനെ കിടക്കുകയുണ്ടായിരുന്നുള്ളൂ. ഏറ്റ് നടക്കുകയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അന്ന് കോഴിക്കോടായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ചിലവൂർ 3 മാസത്തോളം തിരുമ്മും കിഴി അങ്ങനെ കുറേ ചികിത്സകളൊക്കെ ചെയ്ത് അവിടുത്തെ 3 മാസം അങ്ങനെ അവളെ അവിടെ ചികിത്സയെല്ലാം ചെയ്ത് കഴിഞ്ഞാണ് അവൾ പയ്യെ പിച്ച വെച്ച്, കുഞ്ഞുപിള്ളേർ പിച്ച പൊരിക്കുന്നോണം. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിച്ച വെച്ച് അങ്ങനെ കുറേ പിന്നെ ഫിസിയോതെറാപ്പി കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ ചികിത്സ ചെയ്തതിന് ശേഷമായിരുന്നു അവൾ നടന്നത്. അങ്ങനെ നടന്ന് പിന്നെ കുറേ പിന്നെ ഇവളെ ന്യൂറോ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. അങ്ങനെ ഇന്ന് ഇവളെയും കൊണ്ട് പോകും. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയിപ്പം നിങ്ങൾ ചികിത്സ ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ നോർമലായൊരു കൊച്ചാകിയല്ല, അത് തുറന്ന് പറയാതിരിക്കാൻ പറ്റിയല്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇവളെ ഇനി സ്പെഷ്യൽ സ്കൂളിൽ വിടാൻ പറഞ്ഞു. അവൾക്ക് ട്രെയിനിങ് ആണ് വേണ്ടത്. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഈ ചുങ്കക്കുന്ന് കമൽ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളുണ്ടായിരുന്നു, അവിടെ വിട്ടു. അവിടെ ഏതാണ്ട് ഒരു 5-6 വർഷത്തോളം അവൾ അവിടെ നിന്നു. അങ്ങനെ നിന്ന് 5-8 വർഷത്തോളം നിന്നു. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് ഈ ഫിക്സ് ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ അവൾക്ക് ആരോഗ്യം കുറഞ്ഞു വരിക. ഫിക്സ് ഉണ്ടാകാനൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വിട്ടില്ല. പിന്നെ വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിൽ നിന്ന് ഇങ്ങനെ അവൾ സ്ഥിരം മരുന്ന് മരിക്കുന്നിടം വരെ അവൾക്ക് ആ ഫിക്സിനുള്ള മരുന്നും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വരും. ഇതുപോലെ ജലദോഷവും പനിയും വരും. അന്നേരത്തിന് എടുത്തു കൊണ്ടുപോയി അവിടെ ഒരാഴ്ച അഡ്മിറ്റ് ആകും. അങ്ങനെ അവൾ സുഖമായി പോകുന്നതാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ആയിരിക്കും എന്ന് ഓർത്താണ് ഞങ്ങൾ ഈ ആസ്പത്രിയിൽ പോയത്. പക്ഷേ എന്തോ ദൈവം അവളെ പെട്ടെന്ന് വിളിച്ചു. അവളുടെ സമയം എടുത്ത് കാണും. അതുപോണം ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അവൾക്ക് വേണ്ടി പക്ഷെ അവളുടെ ആ മരണം ഞങ്ങളെ ഒത്തിരി ഷോക്കാക്കി. അവൾക്കുള്ള ആൽബമൊക്കെ മേടിച്ചെങ്കിലും ഞങ്ങളത് ഇതുവരെയും തുറന്നു നോക്കിയിട്ടില്ല, ആൽബത്തിലെ ഒന്നും. കാരണം തുറന്നു നോക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ആൽബം മേടിച്ച് അവിടെ വെച്ചും വെട്ടിയിൽ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും തുറന്നു നോക്കാനുള്ളൊരു മാനസിക അവസ്ഥയിലല്ല. അതുകൊണ്ട് അവളുടെ ഡ്രസ്സ്, അവൾ ചായ കുടിക്കുന്ന കപ്പ് എല്ലാം ഞങ്ങളെടുത്ത് അവളെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവൾക്ക് പാവം എന്താണെന്നറിയത്തില്ല, നന്മയും തിന്മയും ഒന്നും അവൾക്കറിയത്തില്ല. ഈ ലോകത്തെ ഒരു വെട്ടവും വിളിച്ചോ ഒന്നും അവൾക്കറിയത്തില്ല. അവൾ എന്തായാലും സ്വർഗത്തിലാണെന്ന് ഞങ്ങളുടെ വിശ്വാസം.
ഇവളുടെ അനിയത്തി എന്ന് വെച്ചാൽ ഇവർ 3 പേരിൽ ഏറ്റവും മൂത്തതാണ് ഇപ്പം മരിച്ചു പോയ മോള് ലിമിയ മോള്. അവളുടെ അനിയത്തിയാണ് ഇവിടെ അബുദാബി ജോലി ചെയ്യുന്നത്, ജിസ്ന. അപ്പോൾ അവൾക്ക് ഭയങ്കര കാര്യമായിരുന്നു ഇവളെ. അവൾ പോയി കഴിഞ്ഞിട്ട് ഇവളെ ജീവനോടെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവൾക്ക് ചിന്നുമോളെ, ചിന്നുവെന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് അവളെ. ചിന്നുമോളെ നീ വരുമ്പോൾ പാവ കൊണ്ടുവരണം, ഉടുപ്പ് കൊണ്ടുവരണം എന്നൊക്കെ ഇവൾ പറയും. വീഡിയോ ചെയ്യുമ്പോൾ ഓടി വരും, വീഡിയോയിൽ പറയും എനിക്ക് ഇങ്ങനെ പാവക്കുട്ടി വേണം, ഉടുപ്പ് വേണം എന്നൊക്കെ പറയും. ചേച്ചിക്കെല്ലാം ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ഇവൾ ഒരു പെട്ടി നിറച്ച് ഇവൾക്ക് പാവക്കുട്ടിയും ഉടുപ്പും എല്ലാം ഇവൾ പറഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ച് ഇവൾ വരാൻ വേണ്ടിയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇവൾ ഇങ്ങനെ മരിക്കുന്നു എന്നുള്ളൊരു രീതി, ഇങ്ങനെ അസുഖമാണ്. അപ്പം മോൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ പറഞ്ഞു അമ്മ എവിടെയെങ്കിലും കൊണ്ടുപോകാം, നമ്മുടെ ചേച്ചീനെ അവൾക്ക് അവിടെ ജീവൻ രക്ഷിക്കാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി, എന്ത് വില കൊടുത്തു അവിടെ ജീവൻ രക്ഷിക്കാൻ അമ്മ. അപ്പം ഞങ്ങൾ പറഞ്ഞു മോളെ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്, ഡോക്ടേഴ്സൊക്കെ കൈമലെത്തുക, അവരുടെ കയ്യിലൊന്നും നിൽക്കില്ലെന്ന് അവർ പറയണേന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് മരിച്ചു എന്ന് കേട്ടപ്പോഴത്തേന് ഇവൾക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇവൾക്ക് മേടിച്ച് വെച്ച ഈ പാവക്കുട്ടി ഉടുപ്പും എല്ലാം ഇവൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഈ അച്ഛൻ വന്ന് ഇത് പെട്ടിയിലാക്കിയപ്പോൾ പറഞ്ഞു എനിക്ക് ഈ കൊച്ചിന് ഉള്ള കൊണ്ടുവന്ന പാവക്കുട്ടിയൊക്കെ ഇവളെ പെട്ടിയിൽ വെക്കണമെന്ന്. അപ്പോൾ ഒരു 2-3 ഉടുപ്പ് പെട്ടിയിൽ വെച്ചു, അവൾക്കായിട്ട് മേടിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ പാവക്കുട്ടിയൊന്നും വെക്കാൻ പറ്റിയില്ല. അന്നേരം കല്ലറയിൽ കൊണ്ടുപോയി പറഞ്ഞു അവളെ ആ അടക്കിയ കുഴിയിൽ ഈ പാവക്കുട്ടികളെ വെക്കണം എന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു ഇതിൻ്റെ ഉടുപ്പൊക്കെ ഈ നൈലോനും അങ്ങനെയൊക്കെ ഉണ്ട്, അത് ദ്രവിച്ചു പോവുകയില്ല. അപ്പോൾ നിനക്ക് അത്ര നിർബന്ധമാണ്, അത് സങ്കടമാണെങ്കിൽ അതിന് ഈ കല്ലറയുടെ മുകളിൽ അവളുടെ നിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ പാവക്കുട്ടീനെ വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ കല്ലറയുടെ മുകളിൽ ഈ പാവക്കുട്ടീനെ വെച്ചത്. കാരണം മോളത് സ്വീകരിച്ചു എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് വെച്ചത്. കാരണം അവൾക്കത് ജീവനോടെ ഇരുന്നപ്പോൾ അത് കൊടുക്കാൻ സാധിച്ചില്ല. ഇപ്പോഴെങ്ങും അവൾ മരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ലായിരുന്നു, വിട്ടുപോകുമെന്നുള്ളതോ മോള് ഒരു ശാപമായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ ഒന്നും കരുതിയിട്ടില്ലായിരുന്നു. ഞാനെപ്പോഴും ലിമിയാക്കുട്ടി എന്നായിരുന്നു വിളിക്കുന്നത്. എപ്പോൾ ഇരിക്കുവാണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് കുത്തിയിരിക്കും, കിടക്കുവാണെങ്കിൽ ഞാൻ കിടക്കുന്നതിൻ്റെ സൈഡിൽ വന്ന് കിടക്കും. ഒരു പിരിയാത്തൊരു ബന്ധമായിരുന്നു. ഈ മുടിയുള്ള പാവ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവളെന്നാ ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു മുടിയുള്ള പാവേനെ കിട്ടിയാൽ ചീപ്പ് എടുത്തുകൊണ്ട് വന്നാൽ അതിൻ്റെ ആ മുടിയൊക്കെ ഈരി കെട്ടും. അതവിടെ ഒരു ഹോബിയായിരുന്നു. അതുകൊണ്ടാണ് ആ മുടിയുള്ള പാവേനെ തന്നെ തിരഞ്ഞെടുത്തത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ അവളോട് സംസാരിക്കും, ലിമിയ മോളെ നീ ഒറ്റയ്ക്കാണോ അവിടെ കിടക്കുന്നത്, പേടിക്കണ്ട കേട്ടോ, മമ്മിയും പപ്പയും വന്നിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് അവളോട് ഞങ്ങൾ കല്ലറയിൽ ചെല്ലുമ്പോൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവൾ ഞങ്ങളുടെ വിശ്വാസം അവളതൊക്കെ കേൾക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെ സ്വർഗത്തിലിരുന്ന് അവൾ കാണുന്നുണ്ട് ഞങ്ങളെ. ഇവളുടെ അനിയത്തിയാണ് ജിസ്ന, നടുക്കത്തവൾ. അപ്പോൾ അവളിങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് തന്നെ ഇവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരു ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് അവൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ തലച്ചോറ്, നാഡി, ഞരമ്പ്, ഓസ്മാരം അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഇവരെ ട്രീറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് അവൾ ആ കോഴ്സ് തിരഞ്ഞെടുത്ത് അവൾ പഠിച്ചു. ഒരു AJ മെഡിക്കൽ കോളേജിലാണ് അത് പഠിച്ച് അവൾ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി തന്നെ പാസ്സായി. കുറേ കാലം അവൾ മിംസിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് അവൾ ഇപ്പോൾ അബുദാബിക്ക് പോയെങ്കിലും അവൾ ചോദിച്ച സാലറി തന്നെ നല്ലൊരു സാലറി ഉണ്ട് അവൾക്ക്. അപ്പോൾ അവൾ പറഞ്ഞു ഇതൊന്നും എൻ്റെ കഴിവുമല്ല, എൻ്റെ മിടുക്കുമല്ല, അതൊക്കെ ഇവരെ നോക്കാൻ വേണ്ടി ഇവരുടെ പ്രാർത്ഥനയും ദൈവം എനിക്ക് ഇവരെ നോക്കാൻ വേണ്ടി തന്ന ജോലിയാണ്, തന്ന സാലറിയാണ്, അല്ലാണ്ട് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മിടുക്ക് കൊണ്ടോ അല്ല, ഇവർക്ക് വേണ്ടി ദൈവം എനിക്ക് തന്നതാണ് എന്നാണ് അവൾ പറയുന്നത്.